നമസ്കാരം. കന്നി 20 പെരുന്നാൾ പ്രമാണിച്ച് കോതമംഗലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ്. ഒക്ടോബർ 2 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 4 വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ കന്നി 20 പെരുന്നാളുകളോടനുബന്ധിച്ച് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ജനം ഈ തവണ വരാൻ സാധ്യതയുള്ളതിനാൽ അതിവിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 500 പോലീസുകാരുടെ സ്കീമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴ DYSPയുടെ കീഴിൽ SP-യുടെ നിർദ്ദേശാനുസരണം വളരെ കൃത്യമായ പദ്ധതി അതിനു വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിവിപുലമായ ഒരു സുരക്ഷാ സംവിധാനം തന്നെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ മെയിനായിട്ട് ഈ വാർത്താ കുറിപ്പ് ഇറക്കാൻ തന്നെ കാരണം നമ്മൾ ബൃഹത്തായ ഒരു ട്രാഫിക് സംവിധാനം കുറെ തീരുമാനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയത് തന്നെ. അപ്പൊ നമ്മൾ കന്നി 20 പെരുന്നാളിനോടെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ട്രാഫിക് അറേഞ്ച്മെന്റ് നമ്മൾ വ്യാപകമായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് പൊതുജനങ്ങളെ അറിയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ന്യൂസ് ചാനൽ മുഖേനയാണെങ്കിലും ഒക്കെ അറിയിച്ചാൽ മാത്രമേ പൊതുജനം ഇത് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഹൈറേഞ്ച് ഭാഗത്തുനിന്ന് വരുന്നത് നേരുമംഗലം ഭാഗത്തുനിന്ന് വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് ശോഭന സ്കൂളിന്റെ ഗ്രൗണ്ടിലും സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൗണ്ടിലുമാണ് പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത് മൂന്നാർ, അടിമാലി, വാരപ്പെട്ടി മുതലായ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റും KSRTC ബസ്സുകൾ അരമനപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് മലയൻകീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ്. അത് നമ്മൾ വൺ വേ സംവിധാനം അറേഞ്ച് ചെയ്യും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പ്രവേശിക്കാൻ പറ്റും. പിന്നെ കുട്ടമ്പുഴ ഭൂതത്താങ്കെട്ട് ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് KSRTC ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി വൺ വേ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ്. ആലുവ പെരുമ്പാർ ഭാഗത്തു നിന്നും വരുന്ന പ്രൈവറ്റ് ആൻഡ് KSRTC ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻ വാലി സ്കൂളിന്റെ വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന് രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപം എത്തി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അതിനും വൺ വേ സംവിധാനം അറേഞ്ച് ചെയ്യും. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പറ്റും. തീർത്ഥാടകർ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുകളിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിച്ചു. പള്ളിപ്പെരുന്നാൾ ക്രമീകരണങ്ങൾക്കും ഗതാഗത നിയന്ത്രണത്തിനും മറ്റുമായി ഈ ദിവസങ്ങളിൽ 500-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിൽ വിന്യസിക്കും. M4 മലയാളം, കോതമംഗലം.